തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ സംസ്ഥാനത്തുടനീളം ശക്തി പ്രാപിച്ചു വരികയാണ്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവിൻ്റെ LDF സ്ഥാനാർത്ഥി വിനു കുമാർ എസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത്. വിനുശേട്ട്, എങ്ങനെയുണ്ട് ഈ ഒരു ഇലക്ഷൻ വൈബ് എല്ലാം എങ്ങനെ പോകുന്നു? നല്ല ആക്റ്റീവാണ്. നല്ല എല്ലാ ജനങ്ങളുടെ ഇടയിൽ നല്ല പിന്തുണയാണ് ഉള്ളത്. പ്രധാനമായി പറയുന്നത് വട്ടിയൂർക്കാവ് വികസനം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ചർച്ച. ഏകദേശം 50 വർഷക്കാലമായി വട്ടിയൂർക്കാവ് ജനതയുടെ ഒരു സ്വപ്നമായിരുന്നു വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം. അതിപ്പോൾ PK പ്രശാന്ത് MLA കൂടി അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ വർക്ക്. ഇപ്പോൾ 15 വർഷം മുമ്പ് 2005-2010 കാലയളവിൽ ഞാൻ ഇവിടുത്തെ കൗൺസിലറായിരുന്നു. 15 വർഷം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഇറങ്ങുമ്പോൾ ആ ജനങ്ങൾക്ക് അന്ന് ഞാൻ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച അതിൻ്റെ ആ അംഗീകാരം ഇപ്പോഴും അവർ ആ സ്നേഹവും ഇതെല്ലാം ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഒരു നല്ല വൻ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയും, 100% ഉറപ്പാണ്. ഈ കഴിഞ്ഞ തവണ NDA ആണോ മത്സരിച്ച് വിജയിക്കുന്നത്? ഇപ്പം LDF ആണ്. IM പാർവതിയാണ് ഇവിടെ വിജയിച്ചത്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ നടപ്പാക്കി. 5 വർഷക്കാലം പാർവതിയുടെ കഴിവിൻ്റെ പരമാവധി അതിൽ കൂടുതൽ കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിച്ചതും വട്ടിയൂർക്കാവ് വാർഡിലെന്ന് പറയാൻ പറ്റും. ഹൈസ്കൂളിൽ തന്നെ 6 കോടി രൂപയുടെ വർക്കാണ് ആ സ്കൂളിൽ മാത്രം ചിലവഴിച്ചത്. അതുപോലെ തന്നെ കുളങ്ങളുടെ നവീകരണം, അംഗനവാടികളുടെ നേതായരോട് അംഗനവാടിയുടെ സ്ഥലം വാങ്ങൽ പൂർത്തിയായി അതിൻ്റെ കെട്ടിടത്തിൻ്റെ AS ആയി കഴിഞ്ഞു. കാവല്ലൂർ അംഗനവാടിയുടെ സ്ഥലം വാങ്ങിൻ്റെ ഏകദേശം 2 കോടി രൂപ മാർക്കറ്റിന് വേണ്ടി അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കളിക്കളത്തിൻ്റെ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒത്തിരി പ്രവർത്തനം, റോഡുകളുടെ എല്ലാം അറ്റകുറ്റകൾ പണികളെല്ലാം കഴിഞ്ഞു. റോഡ് എന്ന് പറയുമ്പോൾ റോഡിനെ പറ്റി ഭയങ്കര കംപ്ലൈൻറ്റുകൾ വരുന്നുണ്ട്. അതായത് റോഡ് അത്ര ഭയങ്കര ശോകാവസ്ഥയാണ്, ശോചനീയാവസ്ഥയാണ്. അതുപോലെ തന്നെ മാലിന്യ പ്രശ്നങ്ങൾ, തെരുനായ പ്രശ്നം, ഇതെല്ലാം എങ്ങനെയായിരിക്കും? വട്ടിയൂർക്കാവ് വാർഡിൽ അതിനെക്കുറിച്ച് കുറവാണ്. ഇപ്പോൾ കുറച്ചെന്ന് കഴിഞ്ഞാൽ കാവല്ലൂർ ഭാഗത്ത് പൈപ്പ് ലൈൻ കൊടുക്കാനായിട്ട് കുറച്ച് വെട്ടിയ ഇത്, അതിൻ്റെ കൂടെ തന്നെ പൈപ്പ് ലൈൻ വെട്ടുന്നതോടൊപ്പം അവർ തന്നെയാണ് തിരിച്ച് അത് ചെയ്യേണ്ടത്. അതിപ്പോൾ മഴ കാരണം ചെയ്യാതിരുന്നത് അതിൻ്റെ വർക്ക് ആരംഭിച്ചു. മെറ്റലെല്ലാം ഇറക്കി കോൺക്രീറ്റ് റീടാറിൻ്റെ എല്ലാം കഴിഞ്ഞതാണ്. ഇപ്പോൾ ഉടനെ മഴയായതുകൊണ്ട് മാത്രമാണ് ഒരാഴ്ചയുടെ വെഡിങ് വന്നത്. ബാക്കി എല്ലാ റോഡുകളും വളരെ നല്ല അവസ്ഥയിൽ തന്നെയാണുള്ളത്. തിരുവനന്തപുരം നഗരസഭാ ഭരണത്തിനെ പറ്റി വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പം ഒരു LDF പ്രതിനിധി എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? നഗരസഭയെക്കുറിച്ച് വിമർശിക്കുന്ന വെറും അവർ ഈ പരാജയം മുന്നിൽ കണ്ടുള്ള ഇത് ഏതാണ്. ഇപ്പോൾ എത്ര അവാർഡുകളാണ് നഗരസഭ നേടിയെടുത്തിട്ടുള്ളത്? എല്ലാ പദ്ധതികളും വളരെ നല്ല രീതിയിൽ തന്നെയാണ് അത് നടപ്പാക്കിയിട്ടുള്ളത്. അതിനാണല്ലോ ഈ അംഗീകാരം കിട്ടുന്നത്. അപ്പോൾ അവർക്കൊന്നും പറയാനില്ലാത്തതിൽ ഏതെങ്കിലും ആരോപണം അവർ തെളിയിക്കേണ്ട ആരോപണങ്ങൾ. ഇപ്പോൾ പരാതികൾ പറയുന്നത് ആരോപണം തെളിയിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ എന്തായിരുന്നാലും വീണ്ടും LDF തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ അധികാരത്തോടെ ഉറപ്പാണ്. എന്തൊക്കെയാണ് ഇനി മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ? എന്തൊക്കെയാണ് ഇവിടെ കഴിഞ്ഞ കൗൺസിൽ തുടങ്ങി വെച്ച ഉത്തരവ്? ഇപ്പോൾ അംഗനവാടിയുടെ വിഷയം പറഞ്ഞു, സ്ഥലം വാങ്ങേണ്ട എല്ലാം, അതിൻ്റെ കെട്ടിടങ്ങളുടെ പണി, കുളങ്ങളുടെ നവീകരണം ഇനിയും പലതും പൂർത്തീകരിക്കാനുണ്ട്. മാർക്കറ്റിൻ്റെ ടെൻഡർ, അതിൻ്റെ ഫണ്ട് അനുവദിച്ച് അത്തരം പ്രവർത്തനങ്ങൾ, സ്കൂളുകളിൽ ബാക്കിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ബാക്കി മെച്ചപ്പെടുത്തുക. അതുപോലെ തന്നെ പ്രധാനമായുള്ള വട്ടിയൂർക്കാവ് വികസനം, MLAയോടൊപ്പം നിന്നുകൊണ്ട് ആ വട്ടിയൂർക്കാവ് വികസനത്തിൻ്റെ യാഥാർത്ഥ്യം ഉദ്ഘാടനം നടത്തുന്ന അതുവരെയുള്ള പ്രവർത്തനങ്ങൾ MLAയോടൊപ്പം കൈകോർത്ത് നിന്ന് പ്രവർത്തിക്കുക. അതുതന്നെയാണ്. പിന്നെ എല്ലാ ജനങ്ങളുടെയും ആവശ്യം അറിഞ്ഞ് അവരുടെ അടുത്തോട്ട് ചെന്ന്, മുൻപ് കൗൺസിലറായിരുന്ന സമയത്ത് ഞാൻ അങ്ങനെയായിരുന്നു, അവരുടെ അടുത്ത് ചെന്ന് അവരുടെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിച്ച ഒരാളാണ്. അതുപോലെ തന്നെയാണ് ഇനിയും. അപ്പോൾ എന്തായാലും അടുത്ത തവണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു കൗൺസിലറായിട്ട് വരാനായിട്ട് സാധിക്കട്ടെ. 13-ാം തീയതി വിജയം ഉണ്ടാകുമ്പോൾ ഇവിടെ ആഘാതപ്രകടനം നടത്തും. ഞാൻ കൗൺസിലറാകും. ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ട്. വട്ടിയൂർക്കാവിലെ ജനത ഒന്നടങ്കം എന്നോടൊപ്പം ഉണ്ട്. എനിക്ക് ഉറപ്പാണത്. എന്തായാലും ഇതുവരെയുള്ള 30 വർഷത്തിനുള്ള അകത്തുള്ള കൗൺസിലർമാരുടെ കൂടെ ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം, 5 കൊല്ലം ഞാൻ ബിനുയുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നല്ലൊരു അഭിപ്രായമാണ്. 2 ആഴ്ചയിലൊരിക്കൽ എല്ലാ ഭാഗത്തും എത്തി നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ബിനു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഒരു കണ്ണിലുണ്ണി എന്ന് പറയാം, അത് സംശയമൊന്നുമുണ്ട്, എല്ലാവർക്കും അംഗീകാരമാണ്. അതുകൊണ്ട് തന്നെ ബിനുയുടെ വിജയം വളരെ സുനിശ്ചിതമാണ്, സംശയമൊന്നും വേണ്ട. അത് 100% വിജയം ഉറപ്പിക്കുകയാണ് ഞങ്ങൾ എന്നറിയാം. മറ്റുള്ള ഇവിടെ തന്നെ കോൺഗ്രസ്സിൽ തന്നെ 2-3 പേർക്ക് സീറ്റ് കൊടുക്കാത്തതുകൊണ്ടുള്ള ഒരു തർക്കം ഇതിനകത്ത് നിലനിൽക്കുന്നത് കൊണ്ട് ഒരു അവൻ്റെ പേരൊന്നും അവനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനോടൊരു എതിർപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ BJPയുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് പോലും അംഗീകാരം കൊടുക്കാതെ നമ്മളെ നെട്ടയത്തിയ കൗൺസിലറെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നിർത്തി എന്നുള്ള പെട്ടെന്ന് വിജയം
സമ്പാദിക്കാമെന്നുള്ള രീതി അത് നടക്കില്ല. അത് സംശയമൊന്നും വേണ്ട. അത് നമ്മൾ ബിനു തന്നെ ഇവിടെ കൗൺസിലറായി വരും. അത് സംശയമൊന്നും വേണ്ട.